വയനാട്ടുകാരുടെ ഏറെനാളത്തെ ആവശ്യമാണ് നിറവേറിയത്. ഇനി വയനാട്ടുകാർക്ക് ചുരമിറങ്ങാതെ പാസ്പോർട്ട് സ്വന്തമാക്കാം. വിദേശകാര്യ മന്ത്രാലയവും ഭാരതീയ തപാൽ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 447ാമത് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ളത്. പാസ്പോർട്ട് സേവനങ്ങൾ ഡിജിറ്റൽ ഇന്ത്യക്ക് കീഴിലെ പ്രവർത്തനത്തിന്റെ മാതൃകയാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. I feel very happy that finally for the citizens of Wayanad, this very essential public service is available at your doorstep. It was a long-standing demand, and like I mentioned, it is the legacy left behind by our late, very respected, honourable Minister Srimati Sushma Swaraj ji. It was her vision to have a passport seva kend or a post office passport seva kend in every constituency, and we are on the way to fulfilling that. പാസ്പോർട്ട് സേവാ കേന്ദ്രം മുഖേന പ്രതിദിനം 50 അപേക്ഷകർക്ക് സേവനം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം. കേന്ദ്ര ന്യൂനപക്ഷകാര്യ, ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. MLA-മാരായ ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, PK ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.